മംഗലാപുരത്ത് നിന്നുള്ള 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു. രാവിലെ 10:30 പുറപ്പെട്ട ആംബുലൻസാണ് വൈകുന്നേരം 4:30 കൊച്ചി അമൃത ആശുപത്രിയിലെ എത്തിയത്. സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കേണ്ട കുഞ്ഞിനെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. ആംബുലൻസ് എത്രയും വേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു. ഓരോ നിമിഷവും കുഞ്ഞിന്റെ ജീവൻ വിലപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, ഒരു കുഞ്ഞു ഹൃദയത്തെ രക്ഷിക്കാൻ കേരളം മുഴുവൻ കൈകോർക്കുന്ന കാഴ്ചകളാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, തീർച്ചയായും രാവിലെ 10:30 കൂടിയാണ് മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്കുള്ള കുഞ്ഞിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് യാത്ര തുടങ്ങിയത്. ചൈൽഡ് പ്രൊട്ടക്ഷൻ കേരള എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഏതാണ്ട് 10:30 കൂടി പുറപ്പെട്ടത്. നമുക്കറിയാം, ഏകദേശം 650 കിലോമീറ്റർ ദൂരമാണ് തിരുവനന്തപുരം വരെയുള്ള, മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം. അത് എത്താൻ വേണ്ടത് സാധാരണഗതിയിൽ 15 മണിക്കൂറിലധികം സമയമായിരുന്നു. 15 മണിക്കൂറിലധികം സമയമെടുക്കുകയാണെങ്കിൽ കുഞ്ഞുമായുള്ള ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തുന്നത് ഏകദേശം 1 മണിക്കായിരിക്കും. തുടർന്നാണ് വലിയ ഒരുക്കങ്ങളിലൂടെ ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അപ്പോഴും വേണ്ടി വരുന്നത് 10 മണിക്കൂർ സമയമായിരുന്നു. അതായത് രാത്രി 8 മണിയോടുകൂടി മാത്രമേ കുഞ്ഞിനെയും കൊണ്ടുള്ള ആംബുലൻസിന് തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഹൃദ്രോഗിയായ കുഞ്ഞാണ്, 15 ദിവസം മാത്രമാണ് പ്രായം. അതുകൊണ്ട് എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സാധ്യമായിരുന്നില്ല. ഈ ഒരു അവസരത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ സന്ദേശത്തിനനുസരിച്ച് ആംബുലൻസിൻ്റെ തത്സമയ യാത്രയെക്കുറിച്ചുള്ള വീഡിയോയും കൂടി വന്നതോടുകൂടി ആളുകൾ ഒന്നടങ്കം രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച, ഏകദേശം പ്രളയത്തിന് സമാനമായ കാഴ്ച. അപ്പോൾ ആളുകൾ എല്ലാവരും അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വാർ റൂമുകളാക്കി മാറ്റുകയും ഏറ്റവും വലിയ വിവരങ്ങൾ നൽകുന്ന സ്രോതസ്സായി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മാറുകയും ചെയ്തു. ഓരോ സ്ഥലങ്ങൾ ആംബുലൻസ് പിന്നിടുമ്പോഴും ആളുകൾ രംഗത്തിറങ്ങി ഈ ഒരു ആംബുലൻസിന് വേണ്ട വഴിയൊരുക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടു. തുടർന്ന് പോലീസ് ഇതിൽ സുദീർഘമായൊരു പങ്കുവഹിച്ചു. അവർ നേരിട്ട് ആംബുലൻസുമായി ബന്ധപ്പെടുകയും അതാത് സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ട്രാഫിക് ജാമുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് നേരിട്ടിടപെട്ട് ആംബുലൻസിൻ്റെ ഈ ഒരു പോക്ക് അല്ലെങ്കിൽ കടന്നു പോകാനുള്ള പാത സുഗമമാക്കി. പോലീസിൻ്റെ ഇടപെടലിനൊപ്പം തന്നെ നാട്ടുകാർ നേരിട്ട് രംഗത്തെത്തിയ മറ്റൊരു കാഴ്ചയായിരുന്നു. ആബാലവൃദ്ധം ജനങ്ങളും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങുകയും അവർ ആംബുലൻസിന് വേണ്ടി വഴിയൊരുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് തന്നെ വലിയ രീതിയിലൊരു ഗതാഗത സൗകര്യം ആംബുലൻസിന് കടന്നു പോകാൻ തക്ക രീതിയിലുണ്ടായി. 2 ആംബുലൻസുകളുടെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. ഓരോ ജില്ലയിലും അതാത് ജില്ലകളിലെ പോലീസുകാർ നേരിട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട രംഗത്തിറങ്ങി. ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ആംബുലൻസ് കടന്നു പോകുന്നുണ്ട്, ആംബുലൻസിന് വേണ്ട വഴിയൊരുക്കണം, ജനങ്ങൾ സഹകരിക്കണമെന്ന്. ഈ ഒരു അഭ്യർത്ഥന ജനങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തു. ആളുകൾ കൃത്യമായി സ്വന്തം വാഹനങ്ങൾ റോഡരികിലേക്ക് ഒതുക്കി ആംബുലൻസിന് പോകാൻ വഴിയൊരുക്കി. അങ്ങനെ യാത്ര ആരംഭിച്ച 10:30 ആരംഭിച്ച യാത്ര മലപ്പുറം ജില്ലയിൽ എത്തിയതോടുകൂടെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് യാത്ര തിരുവനന്തപുരം വരെ പോകേണ്ടതില്ല. അതിനും 250 കിലോമീറ്റർ മുൻപ് എറണാകുളം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തുവരികയുണ്ടായി. തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനുമായി എത്തുന്ന ആംബുലൻസിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളോടും കൂടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കി. തുടർന്ന് 5.5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്ററിലധികം ദൂരം പിന്നിട്ട ആംബുലൻസ് കുഞ്ഞുമായി ഇവിടെ കൊച്ചിയിലെത്തി. ഇപ്പോൾ കുഞ്ഞിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രേഷ്മ, വിഷ്ണു, ഇനിയുമുള്ള പ്രവർത്തനങ്ങൾ 2ാം ഘട്ടം എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. കുട്ടിക്ക് അടിയന്തരമായി ശസ്ത്രക്രിയ ലഭിക്കേണ്ടതുണ്ട്. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചോ? ഡോക്ടർമാർ കുട്ടിയെ പരിശോധിച്ചോ? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും രേഷ്മ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നത് മംഗലാപുരത്ത് നിന്നാണ്. മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് നമുക്കിപ്പോൾ നേരത്തെ കുഞ്ഞിനൊപ്പം ഉണ്ടായിരുന്നവർ നൽകിയ അവരുടെ വാക്കുകളിൽ നിന്ന് ഇവർ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞിനെയും കൊണ്ട് ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാൻ, തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശം ലഭിച്ചത്. ഇതേ തുടർന്നാണ് കാസർഗോഡ് സ്വദേശിയായ ഹസൻ എന്ന് പറയുന്ന താരം, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ താരം, ഈ ആംബുലൻസ് ഓടിച്ച അദ്ദേഹമാണ്
മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസ് പുറപ്പെടുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു യാത്ര കൃത്യമായി കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഇടപെടലിനെ തുടർന്ന്, ആരോഗ്യമന്ത്രിയുടെയും ഇടപെടലിനെ തുടർന്ന് കൊച്ചിയിൽ അവസാനിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ കൃത്യമായി ആ ഒരു മറ്റൊരു സ്വകാര്യ ആശുപത്രിയായ ഇവിടെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കുഞ്ഞിനെ ഇവിടെ പ്രവേശിപ്പിക്കാനും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നൽകണമെന്ന ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ ആശുപത്രി അധികൃതരും സ്വീകരിച്ചു. അവരും വേണ്ട ഒരുക്കങ്ങൾ നടത്തി കുഞ്ഞിനെ നേരെ കൊണ്ടുവന്ന് പ്രവേശിപ്പിച്ച് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ അത്യാഹിത വിഭാഗത്തിലേക്കായിരുന്നു. ഈ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടെ ഇവിടെ ഡോക്ടർമാരുടെ ഒരു സംഘം കുഞ്ഞിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കുഞ്ഞിനെ സ്വീകരിച്ചു, ആംബുലൻസിൽ നിന്ന് ഇറക്കി, കൂടാതെ നേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇനി ഉള്ളിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് കുഞ്ഞിൻ്റെ വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇനി കുഞ്ഞിൻ്റെ അടിയന്തരമായി ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സ നൽകേണ്ടതുണ്ട്. കൂടാതെ നമുക്കറിയാം, ഈ ഒരു ആംബുലൻസിനെ സംബന്ധിച്ചിടത്തോളം 400 കിലോമീറ്റർ ദൂരത്തിനിടയിൽ അവർ ആകെ വാഹനം നിർത്തിയത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു സ്വകാര്യ പമ്പിൽ മാത്രമായിരുന്നു. ഇതിനിടയിൽ എവിടെയും യാത്ര തടസ്സപ്പെട്ടില്ല, ഇതിനിടയിൽ എവിടെയും വിശ്രമം എടുത്തില്ല, എവിടെയും ഇറങ്ങിയ ഡ്രൈവർ പോലും ഒരു വിശ്രമം ആവശ്യപ്പെട്ടില്ല. 400 കിലോമീറ്റർ ഒരൊറ്റ ശ്വാസത്തിൽ പോരുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനുവേണ്ടി മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടായേക്കാവുന്ന ജംഗ്ഷനുകളും നഗരങ്ങളും ശാന്തമായി നിന്നു. അവിടെയെല്ലാം തന്നെ ഈ തരത്തിൽ ആളുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും കഴിഞ്ഞ ഒരു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് പ്രകാരം തന്നെ കണ്ണൂർ ജില്ലയിലെ ഏതാനും ചെറിയ പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഒരു ഗതാഗത തടസ്സം നേരിയ തോതിൽ അനുഭവപ്പെട്ടത്. എന്നിരുന്നാൽ തന്നെയും അവിടെയും പെട്ടെന്ന് ആളുകളുടെ ഒരു ശ്രമഫലമായുണ്ടായ ഇടപെടലിലൂടെ തന്നെ ആ ഒരു ഗതാഗതക്കുരുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. പിന്നെ തുടർന്നുണ്ടായിരുന്ന യാത്രകളിൽ പ്രധാനമായും ബ്ലോക്കുകൾ ഉണ്ടാവേണ്ടിയിരുന്ന രാമനാട്ടുകര, അതുപോലെ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചേളാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, കോട്ടക്കൽ, അതുപോലെ വളാഞ്ചേരി, കുറ്റിപ്പുറം, എടപ്പാൾ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ ശൂന്യമായ റോഡ് തീർത്തും ആംബുലൻസിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം 5.5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ ദൂരം ആ കുഞ്ഞിനെയും വഹിച്ച് ഹസൻ എന്ന് പറയുന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടി മലയാളത്തിൽ ജന്മം കൊണ്ടിരിക്കുന്നു. ഇത്രയും ദൂരം ആ കുഞ്ഞിൻ്റെ ജീവൻ ഇവിടെ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ, കാസർഗോഡ് സ്വദേശിയായ ഹസൻ, ആ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ട വിശ്രമിക്കാനോ അദ്ദേഹത്തിന് വേണ്ട സൗകര്യം ഒരുക്കാനും നാട്ടുകാർ തന്നെ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും വലിയ ആശ്വാസമാണ് കേരളത്തിന്റെ അമ്മ മനസ്സിന് ലഭിച്ചിട്ടുള്ളത്. രേഷ്മ. വിഷ്ണു, ഈ ഘട്ടത്തിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉണ്ടാകില്ല. 24 മണിക്കൂറത്തെ നിരീക്ഷണത്തിന് ശേഷം മാത്രമായിരിക്കും കുഞ്ഞിന്റെ ശസ്ത്രക്രിയ നടക്കുക എന്നുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? രേഷ്മ, ഇപ്പോൾ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ അത്യാഹിത വിഭാഗത്തിലാണ് കുഞ്ഞുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു രീതിയിലുള്ള പരിശോധനയും ആവശ്യമായി വരും. കാരണം കുഞ്ഞിനെ ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ്. 15 ദിവസം മാത്രമാണ് ആ കുഞ്ഞിന്റെ പ്രായം. ആ കുഞ്ഞിന്റെ ഹൃദയത്തിനാണ് തകരാറുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും യന്ത്രസഹായത്തോടെയാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായും കുഞ്ഞിനെ നിരീക്ഷിക്കുകയും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പഠിക്കുകയും വേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ അനുമാനങ്ങൾ തന്നെയാണ് ഡോക്ടർമാർ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ കുഞ്ഞിൻ്റെ മുൻകാല ചികിത്സാ രേഖകളും ഡോക്ടർമാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം വിദഗ്ധമായ പരിശോധന നടക്കുന്നതാണ്. ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവ നടക്കുന്നത്. അതിനിപ്പോൾ ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്ന 24 മണിക്കൂർ സമയമാണ്. ആ ഒരു നിരീക്ഷണം നടന്നതിന് ശേഷം മിക്കവാറും നാളെ ഒരു ശസ്ത്രക്രിയയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രേഷ്മ. വ്യക്തമാണ് വിഷ്ണു. മംഗലാപുരത്ത് നിന്നുള്ള 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. രാവിലെ 10:30 പുറപ്പെട്ട ആംബുലൻസാണ് വൈകുന്നേരം 4:30 കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കേണ്ട കുഞ്ഞിനെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വിവരങ്ങളാണ് വിഷ്ണു പ്രസാദ് കൊച്ചിയിൽ നിന്നും നൽകിയത്. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ യോഗം അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വമായ ശ്രമമെന്ന പരാതി. മൈക്ക് വെക്കാൻ പോലീസ് അനുമതി നൽകാൻ പാടില്ലായിരുന്നുവെന്നും LDF. ബോധപൂർവം മൈക്ക് വെച്ച് പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും LDF. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലുമായി ബന്ധപ്പെട്ടാണ് കാട്ടാക്കട സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാറിനെതിരെ LDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സെക്രട്ടറി വി ശിവൻകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കാണ് ഇത് സംബന്ധിച്ച് പരാതി. വിഷു ദിനത്തിൽ കാട്ടാക്കടയിൽ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അടുത്തുള്ള കാട്ടാക്കട ദേവീ ക്ഷേത്രത്തിലെ മൈക്കിൽ നിന്നും തുടർച്ചയായി ശരണം വിളികൾ ഉയർന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഒന്നിലേറെ തവണ തന്റെ പ്രസംഗം നിർത്തേണ്ടതായി വന്നു.
തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന LDF നേതാക്കൾ അപ്പോൾ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്ക് അംഗീകരിക്കാതെ കേൾക്കാൻ കൂട്ടാക്കാത്ത നിമിത്തം LDF പ്രവർത്തകർ പ്രകോപിതരാവുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ക്ഷേത്ര ഉത്സവം നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് LDFന് മൈക്ക് സാങ്ഷൻ കിട്ടിയിരുന്നതാണ്. എന്നാൽ അതിനുശേഷവും അനുമതിയില്ലാതെ മൈക്ക് പ്രവർത്തിപ്പിച്ച ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കിൾ ഇൻസ്പെക്ടറുടെ നടപടി വളരെ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനാൽ അടിയന്തരമായി സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇപ്പോൾ ടിക്കാറാം മീണയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത്. വ്യക്തമാണ് ജീവൻ. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും കർണാടകയിലെ 14 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, നിർണായകമായ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. എത്രത്തോളം ആവേശകരമായിരുന്നു കൊട്ടിക്കലാശം? മുന്നണികളുടെ പ്രതീക്ഷകൾ എപ്രകാരമാണ്? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിലെ ഉത്തരേന്ത്യയിലെ 43 മണ്ഡലങ്ങളും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ 54 മണ്ഡലങ്ങളിലുമാണ്. ഇതിൽ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും, അതായത് 39 മണ്ഡലങ്ങളും കർണാടകയിലെ 14 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ പുതുച്ചേരിയിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലെ 8 മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലെ 10 മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുക. ഇതിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് കർണാടകയിലെ മണ്ഡലങ്ങളിലാണ്. ഈ കർണാടകയിൽ കോൺഗ്രസും കുമാരസ്വാമിയുടെ പാർട്ടിയുമായി ഏറ്റവും അവസാനമാണ് ഒരു സഖ്യത്തിലെത്തിയത്. ഒരുപാട് അസ്വാരസ്യങ്ങൾ നിറഞ്ഞിരുന്നതിന് ശേഷമാണ് ഇവർ സഖ്യത്തിലെത്തുന്നതും. എന്നാൽ കർണാടകയിൽ ഏറ്റവും കൂടുതൽ ഒരു മത്സരം നടക്കുക മാണ്ഡ്യ മണ്ഡലത്തിലാണ്. മാണ്ഡ്യ മണ്ഡലത്തിൽ BJP സ്വതന്ത്രയായി സുമലതയാണ് മത്സരിക്കുക. സുമലതയ്ക്ക് എതിരായി മത്സരിക്കുന്നത് കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയാണ്. എന്നാൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതിൽ JDS-ലെ തന്നെ പല നേതാക്കൾക്കും ചില അസ്വാരസ്യങ്ങൾ ഉണ്ട്. ഈ അസ്വാരസ്യങ്ങളെല്ലാം തന്നെ BJP ഗുണം ചെയ്യുമെന്നും സുമലത അവിടെ ജയിക്കുമെന്നുമാണ് BJP കണക്കുകൂട്ടുന്നത്. എന്നാൽ മായാവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉള്ള 8 സീറ്റുകളിൽ മായാവതിക്ക് ഏറ്റവും നിർണായകമാണ്. ഈ 8 സീറ്റുകൾ ഈ 8 മണ്ഡലങ്ങളിലും ഗുജ്ജർ, മുസ്ലിം, ദളിത് മേഖലകൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉള്ള മേഖലകളാണ്. ഈ വോട്ടുകൾ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മായാവതിയുടെ VSPയും അതുപോലെ തന്നെ ST അലയൻസിൽ ഇവർ മത്സരിക്കുക. ഈ സഖ്യം മത്സരിക്കുന്നത് BJPക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇന്നലെ വന്ന മായാവതിക്ക് എതിരെ നടപടി എടുത്തിരുന്നു. അതായത് ഇന്നത്തെ ദിവസം മായാവതിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. മായാവതിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വിലക്ക് ഇന്നത്തെ പ്രചരണ പരിപാടികളിൽ ചെറിയ തോതിൽ BSPക്ക് ഒരു തിരിച്ചടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വ്യാഴാഴ്ച 97 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. വ്യക്തമാണ് വിഷ്ണു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്.